2 ദിവസം മുന്നേ SSLC റിസൾട്ട് വന്നതിന് ശേഷം ആലപ്പുഴയിൽ ആര്യനന്ദ എന്ന് പറഞ്ഞ ഒരു കുട്ടി A+ കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു വാർത്ത കുറച്ച് ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും. മാധ്യമത്തിലൊന്നും വരാതെ പോയ കേസുകൾ മറ്റു പലതും ഉണ്ടാവും. വീണ്ടും പറയുന്നു, SSLC റിസൾട്ടിൽ A+ കുറഞ്ഞതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാൻ ആ കുട്ടീൻ്റെ സ്വന്തം കുടുംബവും സ്വന്തം പ്രദേശവും ഒരു കാരണമായിട്ടുണ്ടാവും. ചുറ്റിലുമുള്ള സമൂഹം ഉറപ്പായിട്ടും ഒരു കാരണമായിട്ടുണ്ടാവും. അല്ലാതെ അത്രയേറെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബവും ചുറ്റിലുള്ളൊരു സമൂഹം ഉണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുമോ? ഒരിക്കലുമില്ല. ഈ രീതിയിൽ ഒട്ടും ചിന്തിക്കാത്ത, ഒട്ടും കാഴ്ചപ്പാടില്ലാത്തൊരു കുടുംബം, സമൂഹം, ഇങ്ങനെയുള്ളവന്മാരോടൊക്കെ ഇനി എന്താ പറയാനുള്ളതെന്നറിയാം. എടാ കോപ്പന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? സ്വന്തം വീട്ടിലെ കുട്ടികളെ മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രദേശത്ത് അതിലും കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതിൽ കുറഞ്ഞ കുട്ടികളുണ്ടാവും. ഓരോ കുട്ടികൾക്കും ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും. തീർച്ചയായിട്ടും ഒരു SSLC ഒരിക്കലും ഒരു കുട്ടീൻ്റെ ഭാവിനെ രൂപപ്പെടുത്തുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 10% ഉണ്ടാവുമായിരിക്കും നമ്മളെ നാട്ടിൽ ഒരു SSLC റിസൾട്ട് വന്ന് അതിന്ന് ഭാവി രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾ എത്ര ഉണ്ടാവും? 100-ൽ 10% ഉണ്ടാവുമായിരിക്കും. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതും കഴിഞ്ഞ് മുന്നോട്ട് പഠനം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനനുസരിച്ചാണ് ഓരോരോ മേഖലയിലേക്ക് പോവുക. നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നു പോകുന്നവരുണ്ടാവും. അവരിൽ പലരും SSLCക്ക് ചിലപ്പോൾ കുറച്ച് മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാനുണ്ടല്ലോ, ഞാനിന്നൊരു IT പ്രൊഫഷണലാണ്. പക്ഷേ 2001 ഞാൻ SSLC പാസ്സായിട്ടുള്ളത് വെറും 12 മാർക്കിനാണ്. 600-ൽ 210 മാർക്ക് വേണം SSLC അന്ന് പാസ്സാവാൻ. 222 മാർക്ക് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ. +2 ഞാൻ പാസ്സായിട്ടില്ല. ആദ്യത്തെ ഭാഗം ഞാൻ ഒരു സബ്ജക്റ്റ് പൊട്ടിയിട്ട് വീണ്ടും എഴുതിയെടുത്തിട്ടാണ് പാസ്സായത്. പക്ഷെ ഇന്നെൻ്റെ ജീവിതം പരാജയമല്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെപ്പോലെ തന്നെ അവർക്കും നിങ്ങൾ അനുഭവിച്ചൊരു ജീവിതം മനോഹരമാക്കി തീർക്കാൻ ഓർക്കും അവസരമുണ്ട്. നിങ്ങൾ തന്നെ അത് ഇല്ലാതാക്കിയിട്ട് ഓരോ വളരെ ചെറുപ്പത്തിലെ മരണത്തിലേക്ക് ഇങ്ങനെ സമ്മർദ്ദം കൊടുത്ത് തള്ളി വിടല്ലേ. ഇതാ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യൻ, അവൻ്റെ റിസൾട്ട് ഇന്ന് വന്നതാണ്. ഡിഗ്രി റിസൾട്ട് 60%, ഏകദേശം 60% മാർക്കുണ്ട്. ഓ ഹാപ്പിയാണ്. അഭിനാഥ് എന്നാണ് പേര്. അല്ല മോന, ഈ ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ വീട്ടുകാർ ഹാപ്പിയാണ്. കാരണം 10ാം ക്ലാസ് അല്ല നമ്മളെപ്പോഴും ജീവിതം ഇതാക്കുന്നത്. സാധാരണ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിൽ A+ കിട്ടുന്നതല്ല ജീവിതത്തിൽ വലിയ കാര്യം. ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും ഓന് ക്യാമറയിൽ അത്രയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇവൻ അഭയ്നാഥ്, ഇവൻ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഡിഗ്രി പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇനി അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവൻ രൂപപ്പെടുത്തി എടുക്കണതാണ് അവൻ്റെ ഭാവി, ഏത് കോഴ്സ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഓരോ കുട്ടികൾക്കും അതിനുള്ള അവസരം കൊടുക്കണം. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ അവരെ പ്രഷർ ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇനി ജീവിതം മുന്നോട്ടില്ല, SSLCയോട് കൂടി കഴിഞ്ഞോ അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുത്തരുത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു നാറിത്തരം കുടുംബത്തു നിന്നും സമൂഹത്തു നിന്നും ചുറ്റുപാടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒരു കുട്ടികളും ഇനി അങ്ങനെ മരണപ്പെടാതിരിക്കട്ടെ.